വിശ്വാസവും അനുസരണവും എന്ന ശീർഷകത്തോടെ നമുക്ക് ബൈബിളിലൂടെ ദൈവത്തിന്റെ ഉപദേശം പഠിക്കാം. എല്ലാവരോടുമായി ദൈവം എങ്ങനെയുള്ള ദൈവമാണെന്നാണ് നിങ്ങൾ കരുതുന്നത്? ദൈവം ആരംഭത്തിങ്കൽ തന്നെ അവസാനവും അറിയിച്ചു. ദൈവം പുരാതന കാലം മുതൽ സകലവും അറിയുന്നു എന്ന് ബൈബിൾ പറയുന്നില്ലേ? കൂടാതെ നഷ്ടപ്പെട്ട തന്റെ മക്കളെ അന്വേഷിക്കാനും രക്ഷിക്കാനുമാണ് ദൈവം ഈ ഭൂമിയിൽ വന്നതെന്ന് ബൈബിൾ പറയുന്നില്ലേ? ദൈവമക്കളുടെ രക്ഷയ്ക്കു വേണ്ടിയാണ് ബൈബിൾ എഴുതിയതെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ബൈബിളിലെ ദൈവത്തിന്റെ ഉപദേശങ്ങൾ മാറ്റാതെ ദൈവത്തെ പിന്തുടരുന്ന അനുസരണമുള്ള മക്കളായി നാം മാറേണ്ടതല്ലേ? വിശ്വാസം അദൃശ്യ ലോകത്തിന്റെ കാര്യങ്ങളെ വിശദീകരിക്കുന്നു. ദൃശ്യമായ ലോകത്ത് വിശ്വാസം പ്രത്യക്ഷപ്പെടുമ്പോൾ അത് അനുസരണത്തിന്റെ ഫലമാണ്. വിശ്വാസത്തെക്കുറിച്ച് നാം എബ്രായർ 11-ാം അധ്യായം നോക്കുമ്പോൾ അനുസരണത്തെക്കുറിച്ചുള്ള ഉത്തരങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. വിശ്വാസത്താൽ നോഹ, വിശ്വാസത്താൽ അബ്രാഹാം, വിശ്വാസത്താൽ മോശെ, വിശ്വാസത്താൽ സാറ, അവരെല്ലാവരും അനുസരണത്താൽ ഓരോ പ്രവൃത്തികൾ ചെയ്തതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ലേ? നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കാൻ ദൈവം സാത്താന്റെ ദുഷിച്ച തന്ത്രങ്ങൾ നശിപ്പിക്കുകയും വിലയേറിയ ഉപദേശങ്ങളായ ബൈബിൾ മക്കൾക്ക് കൈമാറുകയും ചെയ്തു. സാത്താൻ നമ്മെ എങ്ങനെ തടസ്സപ്പെടുത്തുമെന്നും സാത്താന്റെ ദുഷിച്ച തന്ത്രങ്ങൾക്കെതിരെ നാം എങ്ങനെ പോരാടണമെന്നും ബൈബിൾ വിവരിക്കുന്നു. അതിനാൽ വിശ്വാസത്തിന്റെ പാതയിൽ പരാജയമില്ലാതെ സഞ്ചരിക്കുന്നതിന് നാം നമ്മെ തന്നെ സ്വയം ബൈബിളിനായി സമർപ്പിക്കേണ്ടതല്ലേ? നാം ദൈവവചനം അനുസരിക്കേണ്ടത് എന്തുകൊണ്ടാണെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് നാം അവിടുത്തെ വചനങ്ങൾ അനുസരിക്കുന്നതിൽ പരാജയപ്പെടുന്നതെന്ന് ഇപ്പോൾ പരിശോധിച്ചാൽ, ദൈവം തന്റെ വചനങ്ങൾ നൽകുന്നുണ്ടെങ്കിലും നമ്മുടെ സ്വന്തം അനുഭവങ്ങൾ മികച്ചതാണെന്ന് നാം വിശ്വസിക്കുമ്പോൾ അനുസരണക്കേടിന്റെ പ്രവൃത്തികൾ പുറത്തുവരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് സംഭവിക്കുകയാണെങ്കിൽ ദൈവത്തോടുള്ള നമ്മുടെ വിശ്വാസം മങ്ങിയതായി മാറിയിരിക്കുന്നത് വ്യക്തമാണ്. അതിനാൽ വിശ്വാസവും അനുസരണവും എപ്പോഴും ഒരുമിച്ചു പോകുന്നു. വിശ്വാസമുള്ളവർക്ക് നന്നായി അനുസരിക്കാൻ കഴിയും. അനുസരിക്കുന്നവർ വിശ്വാസമുള്ളവരാണ്. ഇന്ന് നമുക്ക് ദൈവവചനത്തിലേക്ക് നോക്കിക്കൊണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. ഞാൻ നിങ്ങൾക്ക് ചോസൻ രാജവംശത്തിൽ നിന്നുള്ള ഒരു കഥ പറയാം. നിരവധി ദാസന്മാരുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. നാം എല്ലാവരും മനുഷ്യരാണ്. എന്തുകൊണ്ടാണ്? ദാസന്മാർ കഠിനമായ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുകയും കുലീനരായി സേവിക്കുകയും ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം ഒരു ദിവസം ചിന്തിച്ചു. അങ്ങനെ തന്റെ എല്ലാ ദാസന്മാർക്കും സ്വാതന്ത്ര്യം നൽകാനായി അദ്ദേഹം അവരെ ഒരുമിച്ചു കൂട്ടി. നാളെ ഞാൻ നിങ്ങളുടെ എല്ലാ രേഖകളും കത്തിക്കും, നിങ്ങൾ സ്വതന്ത്ര പൗരന്മാരാകും എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ അതിനു മുമ്പ് എനിക്ക് ഒരു അവസാന അഭ്യർത്ഥനയുണ്ട്. കളപ്പുരയിൽ ധാരാളം വൈക്കോൽ ഉണ്ട്. അത് കയറാക്കി കെട്ടുക, കഴിയുന്നത്ര നേർത്തതാക്കുക. നിങ്ങൾക്ക് അതിനായി രാത്രി മുഴുവൻ അല്ലെങ്കിൽ അതിലും അല്പനേരം ജോലി ചെയ്യാം. എന്നാൽ നാളെ രാവിലെ പുറപ്പെടുന്നതിന് മുമ്പ് മുറ്റത്ത് എല്ലാ കയറും നിക്ഷേപിക്കുക. അത് യജമാനന്റെ അവസാനത്തെ ആജ്ഞയായതിനാൽ ദാസന്മാർ വൈക്കോൽ കയറാക്കി കെട്ടി തുടങ്ങി. ചിലർ തിടുക്കത്തിൽ അത് ചെയ്തു. മറ്റുള്ളവർ യജമാനൻ നിർദ്ദേശിച്ചതുപോലെ അതിനെ നേർത്തതും നീളമുള്ള കയറുകളാക്കി കെട്ടി. പിന്നെ യജമാനൻ ഒരു വലിയ നാണയപ്പെട്ടി കൊണ്ടുവന്നു. ഇതിൽ മുഴുവൻ നാണയങ്ങളാണ്.
അതിനാൽ നിങ്ങൾ കെട്ടിയ വൈക്കോൽ കയറിൽ കഴിയുന്നത്ര കോർത്തെടുക്കുക എന്ന് പറഞ്ഞു. 지금까지 꼬아온 새끼줄만큼 마음껏 이것을 꿰어가라. അത് പരുപരുത്തതായി കെട്ടിയവർക്ക് അതൊരു കട്ടിയുള്ള കയറായി മാറി. 그 말도 듣지 아니하고 굵게 കട്ടിയുള്ളതാണെങ്കിൽ കയർ വളരെ എളുപ്പത്തിൽ നമുക്ക് ചുറ്റാൻ കഴിയില്ലേ? എന്നിരുന്നാലും അത് നാണയത്തിലെ ദ്വാരത്തിൽ കൊള്ളുകയില്ല. എങ്ങനെയായാലും ഞാൻ നാളെ പോകുന്നു. ഇനി എന്തിനാണ് ഈ കയർ ചുറ്റേണ്ടത് എന്ന് ചില ദാസന്മാർ ചിന്തിച്ചു. അങ്ങനെ അവർ ഒരു ചെറിയ കയർ ഉണ്ടാക്കി. അവർക്ക് ധാരാളം നാണയങ്ങൾ എടുക്കാനായില്ല. എന്നിരുന്നാലും യജമാനന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും രാത്രി മുഴുവൻ കയർ കഴിയുന്നത്ര നേർത്തതും നീളമുള്ളതുമാക്കുകയും ചെയ്തവർക്ക് നിരവധി നാണയങ്ങൾ എടുക്കാൻ കഴിഞ്ഞു. സഹോദരീ സഹോദരന്മാരെ, ദൈവം നമ്മോട് എന്തെങ്കിലും കൽപ്പിക്കുമ്പോൾ അത് അവിടുത്തെ പ്രയോജനത്തിനു വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ പ്രയോജനത്തിനു വേണ്ടിയാണ്. ഇത് നാം മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കണം. അതിനാൽ അനുസരിക്കാതിരിക്കാനായി ഒരു കാരണവുമില്ല. നാം ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുമ്പോൾ സ്വർഗത്തിൽ വളരെ അത്ഭുതകരമായ ഒരു നിക്ഷേപം ദൈവം നമുക്ക് നൽകുമെന്ന് നമുക്ക് പരിഗണിക്കാം. കഥയിൽ ചില ദാസന്മാർ അശ്രദ്ധമായി കയർ ഉണ്ടാക്കി. ചിലർ യജമാനന്റെ കൽപ്പന അവഗണിക്കുകയും കട്ടിയുള്ള കയർ ഉണ്ടാക്കുകയും ചെയ്തു. എല്ലാത്തരം ആളുകളും ഉണ്ടായിരുന്നു. പക്ഷേ ആത്യന്തികമായി യജമാനന്റെ വാക്കുകൾ അനുസരിച്ചവർ, ഞാൻ ഇത്ര നാൾ യജമാനന്റെ ഉദാരത്തിൽ ജീവിച്ചു. ഇത് അദ്ദേഹത്തിന്റെ അവസാന കൽപ്പനയായതിനാൽ ഞാൻ ഇത് കുറഞ്ഞത് കൃത്യമായി എങ്കിലും ചെയ്യണം. അതിനാൽ 10 മീറ്റർ നീളമുള്ള കയർ നിർമ്മിക്കാൻ രാത്രി മുഴുവൻ ഉത്സാഹത്തോടെ പ്രവർത്തിച്ചവർക്ക് അവരുടെ കയറായിൽ കൊള്ളുന്നത്ര നാണയങ്ങൾ എടുക്കാൻ കഴിഞ്ഞു. അതേസമയം ചെറിയ കയർ നിർമ്മിച്ചവർക്ക് അധികം നാണയങ്ങൾ എടുക്കാൻ കഴിഞ്ഞില്ല. എല്ലാവരോടുമായി ദൈവത്തിന്റെ കൽപ്പനയും അങ്ങനെ തന്നെയാണ്. ദൈവം നമ്മോട് എന്തെങ്കിലും കൽപ്പിക്കുമ്പോഴെല്ലാം അത് നമ്മുടെ രക്ഷയ്ക്കും പ്രയോജനത്തിനും വേണ്ടിയാണ്. അതുകൊണ്ട് അനുസരണക്കേടിലേക്ക് നമ്മെ നയിക്കുന്ന എന്തും നാം ഉപേക്ഷിക്കണം. അത് ഏറ്റവും അനുഗ്രഹീതമായ ജീവിതമായിരിക്കില്ലേ? നമുക്ക് വെളിപ്പാട് 22-ാം അധ്യായം നോക്കാം. നമുക്ക് 22-ാം അധ്യായം 17-ാം വാക്യം നോക്കാം. വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവനും വരിക എന്നു പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നതെന്തെന്നാൽ, അതായത് ബൈബിൾ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവനു വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധനഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. ഒന്നും മാറ്റരുത്, മറിച്ച് ദൈവത്തിന്റെ കൽപ്പനകൾ അതുപോലെ തന്നെ അനുസരിക്കുക. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, നിങ്ങളുടെ സ്വന്തം ചിന്തയോ മനുഷ്യനിർമ്മിതമായ തത്വചിന്തകളോ ദൈവവചനത്തിൽ കലർത്തരുത്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതുപോലെ സകല ജാതികളോടും പ്രസംഗിക്കുവിൻ എന്ന് ദൈവം പറഞ്ഞു. ഈ യുഗത്തിൽ നിത്യസ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് സാത്താൻ സ്വർഗീയ ജനത്തെ തടയുന്നു. ഇത് ഒരു ആത്മീയ സാഹചര്യമായതിനാൽ അത് നമ്മുടെ നഗ്നനേത്രങ്ങൾക്ക് അദൃശ്യമാണ്. ദൈവം അദൃശ്യലോകം കാണുകയും ആരംഭത്തിങ്കിൽ തന്നെ അവസാനവും അറിയുകയും ചെയ്യുന്നതിനാൽ അങ്ങനെ ചെയ്യരുത്, മറിച്ച് ഇങ്ങനെ ചെയ്യുവിൻ. അവിടുന്ന് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്തത്? ദൈവം നമ്മുടെ നന്മയ്ക്കായി ഈ പാതയിൽ നമ്മെ നയിക്കുന്നുവെന്നും അത് എങ്ങനെ ഒരു അനുഗ്രഹമായി മാറും എന്നും നാം വിശ്വസിക്കുമ്പോൾ
അവിടുന്ന് കുഞ്ഞാടായി നമ്മെ നയിക്കുന്നിടത്തെല്ലാം നമുക്ക് അനുഗമിച്ചുകൂടെ? 순종으로 따라갈 수 있지 않겠습니까? 우리 ആവർത്തന 그런 പുസ്തകം 내용 28-ാം 28 അധ്യായത്തിലൂടെ 장을 നമുക്ക് 통해서 ഇത് സ്ഥിരീകരിക്കാം. 신명기서 നമുക്ക് 28장 ആവർത്തന പുസ്തകം 1절의 말씀 28-ാം വാക്യം നോക്കാം. 내가 내 നിന്റെ 하나님 ദൈവമായ 여호와의 യഹോവയുടെ 말씀을 വാക്ക് നീ 삼가듣고 ശ്രദ്ധയോടെ കേട്ട് 내가 오늘날 ഞാൻ 내게 ഇന്നു 명하는 നിന്നോട് 그 모든 ആജ്ഞാപിക്കുന്ന അവന്റെ 명령을 സകല കൽപ്പനകളും 지켜나가면 പ്രമാണിച്ചു നടന്നാൽ 내 നിന്റെ 하나님 ദൈവമായ 여호와께서 യഹോവ നിന്നെ 너를 ഭൂമിയിലുള്ള 세계 모든 സർവ്വജാതികൾക്കും 민족 മീതെ 위에 뛰어나게 ഉന്നതമാക്കും. 하실 것이라. നിന്റെ 내가 네 ദൈവമായ 하나님 യഹോവയുടെ 여호와의 വാക്കു 말씀을 കേട്ടനുസരിച്ചാൽ ഈ 어찌하면 അനുഗ്രഹങ്ങളെല്ലാം ആർക്ക്? 순종하면 നിനക്കു 이 സിദ്ധിക്കും. 모든 복이 ഇത് 누구에게 간다고 എപ്പോഴാണ് 했습니까? സംഭവിക്കുക? 오직 എല്ലാം 우리에게 നമ്മെ അനുഗ്രഹിക്കാനായിരുന്നുവെന്ന് 복을 നമുക്ക് 받게 하기 ഇതിലൂടെ 위한 ഉറപ്പിക്കാൻ 이와 같은 കഴിയും. 족속이었다는 것을 확인해 볼 수가 있겠습니다. ഈ അനുഗ്രഹങ്ങളെല്ലാം 하나님의 നിങ്ങളുടെ മേൽ 말씀을 വരും. 순종하면 이 모든 복이 내게 임하면 പട്ടണത്തിൽ നീ 내게 അനുഗ്രഹിക്കപ്പെടും. 성읍에서도 복을 받고 വയലിൽ നീ 더불어서 복을 അനുഗ്രഹിക്കപ്പെടും. 받을 것이며 നിന്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിന്റെ കന്നുകാലികളുടെ പേരും 내 ആടുകളുടെ 짐승의 പിറപ്പും 새끼와 അനുഗ്രഹിക്കപ്പെടും. 우양의 새끼가 복을 받을 것이며 നിന്റെ കുട്ടയും 내 മാവ് 방주리와 കുഴയ്ക്കുന്ന തൊട്ടിയും 떡방주 അനുഗ്രഹിക്കപ്പെടും. 그릇이 복을 받을 അകത്തു 것이며 വരുമ്പോൾ നീ 내가 അനുഗ്രഹിക്കപ്പെടും. 들어와도 복을 받고 പുറത്തു പോകുമ്പോൾ നീ 나가도 복을 അനുഗ്രഹിക്കപ്പെടും. 받을 것이며 അനുഗ്രഹങ്ങൾ എപ്പോഴും നമ്മെ 언제나 അനുഗമിക്കുമെന്നല്ലേ 우리를 ഇതിനർത്ഥം? 따라간다는 얘기 아니겠습니까? നാം 항상 ചെയ്യുന്ന 우리가 എല്ലാ 일마다 കാര്യങ്ങളിലും നമ്മെ 하나님께서 അനുഗ്രഹിക്കുമെന്ന് 복받게 ദൈവം 하시겠다는 നമ്മെ പഠിപ്പിച്ചു. 가르침을 주셨습니다. ഇത് എപ്പോഴാണ് 그럴 സംഭവിക്കുക? നാം ദൈവവചനങ്ങൾ അനുസരിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുക. എന്നിരുന്നാലും ദൈവം ഇതിന് വിപരീതമായും ഒരു കാര്യം രേഖപ്പെടുത്തി. 지금 뭐 അനുസരണമുള്ളവരോട് നിങ്ങൾ വാലല്ല 머리가 되지 മറിച്ച് 않게 തലയാണ് 하겠다. എന്നതുപോലുള്ള 하는 നിരവധി 이제 അനുഗ്രഹങ്ങൾ 많은 ദൈവം 축복을 വാഗ്ദാനം ചെയ്തു. 주셨는데 반대로 നേരെ മറിച്ച് 불순종이 അനുസരിക്കാത്തവർക്ക് 이루어졌을 때는 എന്താണ് 어떤 സംഭവിക്കുന്നത്? 일들이 벌어질까? 15절 നമുക്ക് 한번 넘어가 15-ാം 보겠습니다. വാക്യത്തിലേക്ക് പോകാം. 내가 만일 എന്നാൽ 내 നീ 하나님 നിന്റെ 여호와의 ദൈവമായ 말씀을 യഹോവയുടെ വാക്കു 순종치 കേട്ട് 아니하고 ഞാൻ ഇന്നു നിന്നോട് ആജ്ഞാപിക്കുന്ന 내가 അവന്റെ 오늘날 കൽപ്പനകളും 내게 ചട്ടങ്ങളും 명하는 그 പ്രമാണിച്ചു 모든 നടക്കാഞ്ഞാൽ ഈ 규례를 ശാപമൊക്കെയും 지켜 നിനക്ക് വന്നു 행하지 ഭവിക്കും. 이 모든 저주가 내게 임하고 പട്ടണത്തിൽ 내게 നീ 미칠 ശപിക്കപ്പെട്ടിരിക്കും, 것이니 വയലിലും 내가 성읍에서도 ശപിക്കപ്പെട്ടിരിക്കും. 저주받으며 നിന്റെ 거에서도 കുട്ടയും 저주를 മാവ് 받을 കുഴയ്ക്കുന്ന 것이니 തൊട്ടിയും 또 내 ശപിക്കപ്പെട്ടിരിക്കും. 광주리와 떡반죽 그릇이 저주를 നിന്റെ 받을 것이니 ഗർഭഫലവും കൃഷിഫലവും കന്നുകാലികളുടെ പേരും ആടുകളുടെ പിറപ്പും ശപിക്കപ്പെട്ടിരിക്കും. അകത്തു വരുമ്പോൾ നീ ശപിക്കപ്പെട്ടിരിക്കും, പുറത്തു പോകുമ്പോൾ നീ ശപിക്കപ്പെട്ടിരിക്കും. 나가도 저주를 받을 것이라. 여기서부터 അനുസരണക്കേടിൽ 계속 നിന്ന് 보면 വരുന്ന 불순종으로 ശാപങ്ങളെക്കുറിച്ച് 인해서 ഇത് 받을 വിശദമായി 저주에 대한 വിശദീകരിക്കുന്നു. 내용이 아주 장황하게 기록되어 있습니다. അങ്ങനെയെങ്കിൽ നമുക്ക് ആവർത്തന പുസ്തകത്തിലെ 28-ാം അധ്യായത്തിലെ ദൈവവചനത്തെക്കുറിച്ച് ചിന്തിക്കാം. സാത്താന്റെ എല്ലാ തന്ത്രങ്ങളും ദൈവത്തിന് അറിയാമായിരുന്നു. 우리 자녀들에게 രക്ഷയുടെ 어떻게 ഒരു 살아가는 ജീവിതം 것이 എങ്ങനെ 고된 ജീവിക്കണമെന്ന് 길인가를 നമുക്ക് 알려주기 കാണിച്ചു 위해서 തരുന്നതിന് 이 ബൈബിൾ 요셉은 നൽകുകയും 성경의 가르침을 주셨고 ബൈബിൾ 성경의 അനുസരിച്ച് 가르침 ജീവിക്കുവാൻ 그대로 നമ്മോട് 살기를 കൽപ്പിക്കുകയും ചെയ്തു. 분부하고 계십니다. ആത്മീയ ലോകം 여기서 സമയവും സ്ഥലവും 시간과 കൊണ്ട് ബന്ധിതമല്ല, 공간이 ശരിയല്ലേ? 제한이 없지 않습니까? അതിനാൽ മൂന്നാം ത്രിമാന ലോകത്തിലൂടെ നാം വർഷങ്ങൾക്ക് മുമ്പ് എന്ന് നോക്കുമ്പോൾ വളരെ കാലം മുമ്പാണെന്ന് തോന്നും. 옛날처럼 보이고 അന്നത്തെ ചരിത്രം ഇന്നത്തെ കാലത്തിൽ പ്രയോഗിക്കുന്നത് അനുയോജ്യമല്ലാത്തതാണെന്ന് ചിലർ തെറ്റിദ്ധരിക്കുന്നു. 너무 시대착오적인 എന്നാൽ 발상이 아닐까? ആത്മീയ ലോകത്ത് 3500 വർഷങ്ങൾക്ക് മുമ്പോ ഇപ്പോഴോ സംഭവിച്ചതാണെങ്കിലും അത് എല്ലാം വർത്തമാനകാലമാണ്. 모두가 다 현재형입니다. ആവർത്തന പുസ്തകം 28 അധ്യായം ആളുകളെ രണ്ട് വിഭാഗമായി തരംതിരിക്കുന്നു: അനുസരിക്കുന്നവരും അനുസരിക്കാത്തവരും. 이 내용을 크게 둘로 나누셨습니다. 하나님께서 സാത്താന്റെ ദുഷിച്ച തന്ത്രങ്ങൾ ദൈവത്തിന് അറിയാവുന്നതിനാൽ അവസാന നാളുകളിൽ അവിടുത്തെ കൽപ്പനകൾ മാത്രം അനുസരിക്കാൻ അവിടുന്ന് നമ്മെ ഉപദേശിക്കുന്നു. അങ്ങനെ നമുക്ക് അപകടങ്ങളും കെണികളും ഒഴിവാക്കാൻ കഴിയും. നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കുന്നത് ദൈവസ്നേഹത്തിന്റെ ഹിതമല്ലേ? 사랑의 뜻이 담겨 있지 않습니까? നാം ദൈവവചനം പിന്തുടരുമ്പോൾ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയും. അതിനാൽ ഇത് പുരാതന ജനങ്ങൾ മാത്രം ചെയ്യുന്ന ഒന്നാണെന്ന് കരുതുന്നത് തെറ്റാണ്. 옛날 사람들이 행하는 것 같이 이렇게 생각하면 결단코 안 되는 것이죠. ഈ യുഗത്തിൽ അത് ആവശ്യമില്ലായിരുന്നുവെങ്കിൽ അത് ആവർത്തന പുസ്തകം 28 അധ്യായത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തുമായിരുന്നില്ല. നിങ്ങൾക്ക് ഇതിൽ സമ്മതമല്ലേ? നമുക്ക് 1 ശമൂവേൽ 15-ാം അധ്യായത്തിലൂടെ തുടർന്ന് വായിക്കാം. 1 ശമൂവേൽ 15-ാം അധ്യായം.
നമുക്ക് 22 വാക്യം നോക്കാം. ശമൂവേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നതുപോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്കു പ്രസാദമാകുമോ? ഇതാ, അനുസരിക്കുന്നതു യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നതു എന്തിനേക്കാളാണ് അത് നല്ലതാണ്. മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. മത്സരം ആഭിചാരദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധനയും പോലെയും ആകുന്നു. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്തിൽ നിന്നു തള്ളിക്കളഞ്ഞിരിക്കുന്നു. ദൈവവചനം അനുസരിക്കാത്തതിന്റെ ഫലത്തെക്കുറിച്ച് ശമൂവേൽ പ്രവാചകൻ ശൗൽ രാജാവിനോട് വിശദീകരിച്ചു. നീ അമാലേക്യരുടെ മൃഗങ്ങളെല്ലാം നശിപ്പിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ശമൂവേൽ ചോദിച്ചു. ഞാൻ അവയെ ദൈവത്തിന് ഒരു യാഗമായി അർപ്പിക്കാൻ ശ്രമിച്ചതാണ് എന്ന് ശൗൽ പറഞ്ഞു. ദൈവം യാഗങ്ങൾ ആഗ്രഹിച്ചതുകൊണ്ടാണോ അവിടുന്ന് ഇങ്ങനെ ചെയ്യാൻ കൽപ്പിച്ചത്? തീർച്ചയായും അല്ല. ഏതാണ് നല്ല താറ്റുകൊറ്റന്മാരുടെ മേധസ്സോ അതോ ദൈവവചനം അനുസരിക്കുന്നതോ? ശമൂവേലിന് ശൗൽ രാജാവിനോട് ശരിക്കും വാത്സല്യം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ദൈവത്തോടുള്ള അവിടുത്തെ അനുസരണക്കേട് കാരണം ദൈവത്തിന്റെ കൃപ ശൗൽ രാജാവിനെ വിട്ടുപോയി. ഇതിൽ ശമൂവേൽ പ്രവാചകൻ അത്യധികം ക്ലേശമുണ്ടായി. ബൈബിളിൽ ഈ ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. തത്ഫലമായി ശൗൽ രാജാവിന് ദൈവത്തിന്റെ കൃപ നഷ്ടപ്പെട്ടു. അവൻ ഖേദകരമായ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നു. ഇതിലൂടെ അനുസരണക്കേടിന്റെ അനന്തരഫലങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് 2 രാജാക്കന്മാർ 23 അധ്യായത്തിലേക്ക് പോകാം. നിയമപുസ്തകം ആലയത്തിൽ കണ്ടെത്തിയതിനുശേഷം യോശിയ രാജാവിന്റെ കാലത്ത് അവർ പെസഹയെക്കുറിച്ച് ചർച്ച ചെയ്തു. വാക്യം 3. രാജാവ് തൂണിനരികെ നിന്നും കൊണ്ടു താൻ യഹോവയെ അനുസരിച്ചു നടക്കുകയും അവന്റെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും പൂർണ്ണഹൃദയത്തോടും പൂർണ്ണമനസ്സോടും കൂടെ പ്രമാണിക്കുകയും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിയമത്തിന്റെ വാക്യങ്ങൾ നിവർത്തിക്കുകയും ചെയ്യാമെന്നു യഹോവയുടെ മുമ്പാകെ ഒരു നിയമം ചെയ്തു. ജനമൊക്കെയും ഈ നിയമത്തിൽ യോജിച്ചു. നിയമത്തിന്റെ വാക്കുകൾ സ്ഥിരീകരിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്താണ്? ഞാൻ നിയമം അനുസരിക്കും എന്ന് രാജാവ് പറഞ്ഞപ്പോൾ നിയമത്തിന്റെ വചനങ്ങളെ അനുസരിക്കാൻ ജനം അവരുടെ വിശ്വാസം കാണിച്ചു. അതിനാൽ ഇസ്രായേൽ എല്ലാ വിഗ്രഹങ്ങളെയും വലിച്ചെറിയുകയും ദൈവത്തിന്റെ നിയമപ്രകാരമുള്ള പെസഹ വിശുദ്ധമായി ആചരിക്കുകയും ചെയ്തു. 2 രാജാക്കന്മാർ 23 അധ്യായത്തിൽ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള രേഖ കാണുവാൻ സാധിക്കും. ഇക്കാരണത്താൽ അവനെപ്പോലെ പൂർണ്ണഹൃദയത്തോടും പൂർണ്ണമനസ്സോടും പൂർണ്ണശക്തിയോടും കൂടെ മോശയുടെ ന്യായപ്രമാണപ്രകാരമൊക്കെയും യഹോവയിങ്കലേക്കു തിരിഞ്ഞ ഒരു രാജാവ് മുമ്പുണ്ടായിട്ടില്ല, പിമ്പ് ഒരുത്തൻ എഴുന്നേറ്റിട്ടുമില്ല എന്ന് ദൈവം മെയാശയാട് പറഞ്ഞു. 2 രാജാക്കന്മാർ 23 അധ്യായത്തിൽ നമുക്ക് ഇത് സ്ഥിരീകരിക്കാനാകും. നമുക്ക് ഇനി സംഖ്യാപുസ്തകം 32 അധ്യായം 11 വാക്യം എടുക്കാം. സംഖ്യാപുസ്തകം 32 അധ്യായം 11 വാക്യം. കെനിസ്യനായ യെഫുന്നെയുടെ മകൻ കാലേബും നൂന്റെ മകൻ യോശുവയും അവർ എന്താണ് ചെയ്തത്? യഹോവയോട് പൂർണ്ണമായി പറ്റിനിന്നതുകൊണ്ട് അവരല്ലാതെ മിസ്രയീമിൽ നിന്നു പോന്നവരിൽ 20 വയസ്സുമുതൽ മേലോട്ടുള്ള ഒരുത്തനും ഞാൻ അബ്രാഹാമിനോടും യിസ്ഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തെ കാണുകയില്ല. അവർ എന്നോട് പൂർണ്ണമായി പറ്റിനിൽക്കായ്കൊണ്ട് തന്നെ. ഈജിപ്തിൽ നിന്നും കനാനിലേക്കുള്ള അവരുടെ യാത്രയ്ക്കിടെ ദൈവം ഇസ്രായേല്യർക്ക് നൽകിയ ന്യായവിധി ഇതായിരുന്നു. അവർ എന്നെ അനുസരിക്കാത്തതിനാൽ പാലും തേനും ഒഴുകുന്ന കനാനിൽ പ്രവേശിക്കുകയില്ല.
വാക്യം 12. 12절입니다. അവരല്ലാതെ മിസ്രയീമിൽ നിന്നു പോന്നവരിൽ 20 വയസ്സുമുതൽ മേലോട്ടുള്ള ഒരുത്തനും ഞാൻ അബ്രാഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തെ കാണുകയില്ല. അവർ എന്താണ് ചെയ്തത്? എന്നോട് പൂർണ്ണമായി പറ്റി നിൽക്കായ്കൊണ്ട് തന്നെ. ചിലർക്ക് അവരുടെ അനുസരണക്കേട് നിമിത്തം പ്രവേശിക്കുവാൻ സാധിച്ചില്ല, എന്നാൽ മറ്റുള്ളവർക്ക് അവരുടെ അനുസരണം നിമിത്തം പ്രവേശിക്കുവാൻ സാധിച്ചു. ദൈവം അവരെ വ്യക്തമായി വേർതിരിച്ചു. അതിനാൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ദൈവവചനത്തോടുള്ള അനുസരണം എത്രമാത്രം പ്രധാനമാണ്. കനാൻ ദേശത്ത് പ്രവേശിക്കുക എന്നാൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. നേരെ മറിച്ച് കനാനിൽ പ്രവേശിക്കുന്നതിൽ പരാജയപ്പെടുക എന്നത് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിൽ പരാജയപ്പെടുക എന്നാണ് അർത്ഥമാക്കുന്നത്. അനുസരിക്കുന്നവരും അല്ലാത്തവരും തമ്മിലുള്ള ദൈവത്തിന്റെ ന്യായവിധി നാം നമ്മുടെ ഹൃദയങ്ങളിൽ കൊത്തിവെക്കണം. അവർ പ്രവേശിക്കുകയില്ല എന്ന് ദൈവം പറഞ്ഞവരെല്ലാവരും മരുഭൂമിയിൽ മരിച്ചു. അവരിൽ ആരും കനാൻ കണ്ടില്ല. എന്നിരുന്നാലും യോശുവയും കാലേബും 20 വയസ്സിന് താഴെയുള്ള തലമുറയും കനാനിലേക്ക് പ്രവേശിച്ചു. അവസാനം അത്തരം ഫലങ്ങൾ അനുസരണത്തിലും അനുസരണക്കേടിലും നിന്നാണ് ഉരുത്തിരിഞ്ഞത്. ഈ യുഗത്തിലും ദൈവം നമ്മോട് എന്തെങ്കിലും കൽപ്പിക്കുകയാണെങ്കിൽ അത് കാരണമില്ലാതെ അല്ല. അവർ അങ്ങനെ ചെയ്താൽ അവർ സാത്താനാൽ പരീക്ഷിക്കപ്പെടും, അവരുടെ ആത്മാവ് മരിക്കും. ദൈവം ഇത് മുൻകൂട്ടി അറിയുന്നതിനാൽ തന്റെ വചനത്തിലൂടെ അവിടുന്ന് നമ്മെ ഉപദേശിച്ചിട്ടില്ലേ? നാം ദൈവത്തിന്റെ ഉപദേശങ്ങൾ മനുഷ്യചിന്തകളായി സ്വീകരിക്കരുത്, മറിച്ച് അവ ദൈവകൽപ്പനകളാണെന്ന് നാം വിശ്വസിച്ചുകൊണ്ട് അനുസരണത്തിലൂടെ നമ്മുടെ രക്ഷയെ നിർവഹിക്കുകയും ചെയ്യണം. നമുക്ക് ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിലേക്ക് കടക്കാം. 30-ാം അധ്യായം 1-ാം വാക്യം. ഞാൻ നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്ന അനുഗ്രഹവും ശാപവുമായ ഈ വചനങ്ങളൊക്കെയും നിന്റെ മേൽ നിവൃത്തിയായി വന്നിട്ട് നിന്റെ ദൈവമായ യഹോവ നിന്നെ തള്ളിക്കളഞ്ഞിട്ടുള്ള അതു ജാതികളുടെ ഇടയിൽ വച്ച് നീ അവയെ നിന്റെ ഹൃദയത്തിൽ ഓർത്ത് നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്കു തിരിഞ്ഞ് നീയും നിന്റെ മക്കളും പൂർണ്ണഹൃദയത്തോടും പൂർണ്ണമനസ്സോടും കൂടെ ഞാൻ ഇന്നു നിന്നോട് ആജ്ഞാപിക്കുന്നതു പോലെയൊക്കെയും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. നിങ്ങൾ അവനെ അനുസരിക്കുമ്പോൾ. വാക്യം 3. അവന്റെ വാക്കു കേട്ടനുസരിച്ചാൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ സ്ഥിതി മാറ്റുകയും നിന്നോട് മനസ്സലിഞ്ഞ് നിങ്കലേക്കു തിരികെയും നിന്റെ ദൈവമായ യഹോവ നിന്നെ ചിതറിച്ചിരുന്ന സകല ജാതികളിൽ നിന്നും നിന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. നിനക്കുള്ളവർ ആകാശത്തിന്റെ അറുതിവരെ ചിതറിപ്പോയിരുന്നാലും നിന്റെ ദൈവമായ യഹോവ അവിടെ നിന്ന് നിന്നെ കൂട്ടിച്ചേർക്കും, അവിടെ നിന്ന് അവൻ നിന്നെ കൊണ്ടുവരും. നിന്റെ പിതാക്കന്മാർക്ക് കൈവശമായിരുന്ന ദേശത്തേക്കു നിന്റെ ദൈവമായ യഹോവ നിന്നെ കൊണ്ടുവരും. നീ അതു കൈവശമാക്കും. അവൻ നിനക്ക് ഗുണം ചെയ്ത് നിന്റെ പിതാക്കന്മാരെക്കാൾ നിന്നെ വർദ്ധിപ്പിക്കും. നീ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണഹൃദയത്തോടും പൂർണ്ണമനസ്സോടും കൂടെ സ്നേഹിപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവ നിന്റെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും പരിച്ഛേദന ചെയ്യും. ഈ ശാപങ്ങളെയൊക്കെയും നിന്റെ ദൈവമായ യഹോവ നിന്റെ ശത്രുക്കളുടെ മേലും നിന്നെ പകച്ച് ഉപദ്രവിക്കുന്നവരുടെ മേലും വരുത്തും. നാം എന്താണ് ചെയ്യേണ്ടത്? നീ മനസ്സു തിരിഞ്ഞ് യഹോവയുടെ വാക്കു കേട്ട് ഞാൻ ഇന്നു നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും അനുസരിച്ചു നടക്കുകയും നിന്റെ ദൈവമായ യഹോവ നിന്റെ കൈകളുടെ സകല പ്രവൃത്തിയിലും നിന്റെ ഗർഭഫലത്തിലും മൃഗഫലത്തിലും കൃഷിഫലത്തിലും നിനക്ക് നന്മയ്ക്കായി അഭിവൃദ്ധി നൽകുകയും ചെയ്യും. നിന്റെ ദൈവമായ യഹോവയുടെ വാക്കു കേട്ട് ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കുകയും നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്കു പൂർണ്ണഹൃദയത്തോടും പൂർണ്ണമനസ്സോടും കൂടെ തിരികെയും ചെയ്താൽ യഹോവ നിന്റെ പിതാക്കന്മാരിൽ പ്രസാദിച്ചിരുന്നതുപോലെ നിന്നിലും നന്മയ്ക്കായിട്ട് വീണ്ടും പ്രസാദിക്കും. തന്നെ അനുസരിക്കുന്നവർക്കായി ദൈവം എപ്പോഴും അനുഗ്രഹങ്ങൾ ഒരുക്കുന്നു.
എന്നിരുന്നാലും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നാം പല കാര്യങ്ങളും തെറ്റായി പഠിച്ചു. എന്റെ സ്വന്തം ചിന്തകൾ പിന്തുടരുന്നത് ഏറ്റവും ശരിയായ കാര്യമാണെന്ന് നാം കരുതുന്നു. എന്നിരുന്നാലും നമ്മുടെ സ്വന്തം രീതികൾ ദൈവവചനവുമായി പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ നാം അവയെ വിട്ടേക്കേണ്ടതല്ലേ? ദൈവഹിതം എവിടെയാണ് എന്ന് നാം സ്വയം ചോദിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മുൻകാല തെറ്റുകൾ തിരുത്തുമെന്നും നമുക്ക് വീണ്ടും അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനുള്ള പാത തുറക്കുമെന്നും ദൈവം വാഗ്ദാനം ചെയ്തു. ഈ പാഠം ബൈബിളിലുടനീളം കാണപ്പെടുന്നു. നമുക്ക് എബ്രായർ 3-ാം അധ്യായം 16-ാം വാക്യം നോക്കാം. 3-ാം അധ്യായം 16-ാം വാക്യം എന്നു പറയുന്നതിൽ ആരാകുന്നു കേട്ടിട്ടു മത്സരിച്ചവർ? മിസ്രയീമിൽ നിന്നും മോശെ മുഖാന്തരം പുറപ്പെട്ടു വന്നവർ എല്ലാവരുമല്ലോ. 40 ആണ്ട് ആരോട് ക്രുദ്ധിച്ചു? പാപം ചെയ്തവരോടല്ലയോ? അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ആണേറ്റത് അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു? ഇങ്ങനെ അവർ ആരാണ്? അവിശ്വാസം നിമിത്തം അവർക്കു പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. അനുസരിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിക്കലും തന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ലെന്ന് ദൈവം ആണേറ്റു. നമുക്ക് 19-ാം വാക്യം നോക്കാം. ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്കു പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. അനുസരണക്കേട് നിമിത്തം പ്രവേശിക്കാൻ കഴിയാത്തതിനെക്കുറിച്ച് ഇവിടെ എന്താണ് പറയുന്നത്? അവരുടെ അവിശ്വാസം നിമിത്തം. അങ്ങനെ വിശ്വാസം അനുസരണത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. മോറിയ പർവ്വതത്തിൽ ഇസ്ഹാക്കിനെ യാഗമായി അർപ്പിക്ക എന്ന് ദൈവം അബ്രാഹാമിനോട് പറഞ്ഞു. അബ്രഹാം ഒരിക്കലും ദൈവവചനം അനുസരിക്കാതിരിക്കുകയോ സ്വന്തം അഭിപ്രായത്തെ നിർബന്ധിക്കുകയോ ചെയ്തില്ല. അബ്രഹാം തന്റെ ജീവിതത്തിലെ പരമോന്നത മാർഗനിർദ്ദേശമായി ദൈവഹിതത്തെ കരുതിയിരുന്നതുകൊണ്ടായിരുന്നു അത്. അവൻ തന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ യാഗമായി അർപ്പിക്കാൻ ഒരുങ്ങിയപ്പോൾ ദൈവം അബ്രാഹാമിനെ വിളിക്കുകയും യാഗമായി ഒരു ആട്ടുകൊറ്റനെ അർപ്പിക്കാൻ അനുവദിക്കുകയും ചെയ്തു. ശരിയല്ലേ? ദൈവം ജനങ്ങളുടെ അനുസരണത്തെ കാണുന്നു. ദൈവവചനം അനുസരിക്കാനുള്ള അബ്രഹാമിന്റെ വിശ്വാസം നിമിത്തം ഇത് സാധ്യമായിരുന്നു. നോഹയും വ്യത്യസ്തനായിരുന്നില്ല. ഒരു പെട്ടകം പണിയുക എന്ന് ദൈവം പറഞ്ഞു. പെട്ടകം പണിയുന്നത് എളുപ്പമായിരുന്നില്ല. സാമഗ്രികൾ ശേഖരിക്കാനും ദൈവം ആഗ്രഹിച്ചതുപോലെ പെട്ടകം നിർമ്മിക്കാനും ധാരാളം പണവും സമയവും പ്രയത്നവും ആവശ്യമാണ്. ഇത് പരിഗണിക്കുമ്പോൾ വിശ്വാസമില്ലായിരുന്നെങ്കിൽ നോഹയ്ക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നോ? അതിനാൽ വിശ്വാസം അനുസരണത്തിൽ നിന്ന് ആരംഭിക്കുന്നുവെന്ന് നമുക്ക് ഇന്ന് നമ്മെ തന്നെ ഓർമ്മിപ്പിക്കാം. നാം ദൈവവചനം അനുസരിക്കുകയാണെങ്കിൽ ആ പാത അനുഗ്രഹത്തിന്റെ പാതയാണ്. ദൈവം ഇതിനകം തന്നെ അനുഗ്രഹങ്ങൾ തയ്യാറാക്കുകയും വഴി കാണിക്കുകയും ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് നോഹയ്ക്കും അബ്രാഹാമിനും മോശയ്ക്കും അനുഗ്രഹങ്ങൾ ലഭിച്ചത്. അവരെല്ലാം അനുഗ്രഹീതമായ ജീവിതം നയിച്ചു എന്നത് ശരിയല്ലേ? യോശുവയുടെയും ഗിദെയോന്റെയും കാര്യത്തിലും ഇതുതന്നെയായിരുന്നു സംഭവിച്ചത്. അവന് വലിയ വിശ്വാസമുണ്ട് എന്ന് നാം പറയുമ്പോൾ ആ വ്യക്തി ദൈവവചനം വിശ്വസ്തയോടെ അനുസരിക്കുന്നു എന്നതിന്റെ അർത്ഥം അതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ മാത്രമേ അവരുടെ വിശ്വാസം ശരിയാണെന്ന് നമുക്ക് പറയാൻ കഴിയൂ. നമുക്ക് എബ്രായർ 4-ാം അധ്യായം 6-ാം വാക്യം നോക്കാം. അധ്യായം 4-ാം വാക്യം 6. അതുകൊണ്ട് ചിലർ അതിൽ പ്രവേശിപ്പാൻ ഇടശേഷിച്ചിരിക്കയാലും മുമ്പേ സദ്വർത്തമാനം കേട്ടവർ എന്ത് നിമിത്തം? അനുസരണക്കേടു നിമിത്തം പ്രവേശിക്കാതെ പോകയാലും ഇത്ര കാലത്തിന്റെ ശേഷം ദാവീദ് മുഖാന്തരം ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ നിങ്ങളുടെ
നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഹൃദയം കഠിനമാക്കരുത് എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിക്കുന്നു. കഠിനഹൃദയം അനുസരണക്കേടിലേക്ക് നയിക്കുന്നു. അത് അനുസരണക്കേടിലേക്ക് നയിക്കുന്നതിനാൽ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത് എന്ന് ദൈവം പറഞ്ഞു. നമുക്ക് 10-ാം വാക്യത്തിലേക്ക് പോകാം. ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്ന് എന്നപോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തന്റെ പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായിത്തീർന്നു. അതുകൊണ്ട് ആരും അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കും. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. അവനു മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. അനുസരണമില്ലാത്തവർക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്നത് ദയവായി ഒരിക്കലും മറക്കരുത്. സാത്താൻ നമ്മെ പ്രലോഭിപ്പിക്കുകയും ആ വഴിയേക്കാൾ മറ്റൊരു വഴിയാണ് നല്ലത് എന്ന് നമ്മളെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഇത് ചെയ്താൽ അത് കൂടുതൽ രസകരമായിരിക്കും. നിങ്ങൾ അത് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം ലഭിക്കും. നിങ്ങൾ ഇത് ചെയ്താൽ സന്തോഷകരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സാത്താൻ നമ്മെ പ്രലോഭിപ്പിക്കുന്നു. എന്നിരുന്നാലും നാം ഈ ഭൂമിയിലേക്ക് വന്നത് എന്തുകൊണ്ടാണെന്ന് തിരിച്ചറിയുകയും ദൈവവചനം പിന്തുടരുകയും ചെയ്യാം. സന്തോഷവും ആനന്ദവും സമാധാനവും സ്വർഗരാജ്യത്തിൽ നമുക്കുവേണ്ടി ഒരുങ്ങിയിരിക്കുന്നു. അതിനാൽ അവയെ സ്വീകരിക്കുവാൻ നിങ്ങളോട് ആവശ്യപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മുടെ രക്ഷയ്ക്കായി ഈ ഭൂമിയിലേക്ക് വന്നു. അതിനാൽ കുഞ്ഞാട് പോകുന്നിടത്തെല്ലാം അവിടുത്തെ അനുഗമിക്കുകയും ലോകത്തിന്റെ ഉപ്പും വെളിച്ചവും ആയിത്തീരുകയും ചെയ്യുന്ന സ്ത്രീയുടെ ശേഷിച്ച സന്തതികളായിത്തീരുവാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. നല്ല ഉദാഹരണങ്ങൾ നൽകി ലോകത്തെ രക്ഷിക്കാൻ നമുക്ക് കഴിയുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ പ്രബോധനം അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെയധികം നന്ദി.